പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് തിയേറ്ററുകൾ അടച്ചിട്ട് 1 വർഷം. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി തിയേറ്ററുകൾ അടച്ചതോടെ നിരവധി രോഗികൾ ദുരിതത്തിലായി. നവീകരണത്തിന്റെ പേരിൽ തിയേറ്ററുകൾ 1 വർഷം മുൻപ് അടച്ചതോടെ സർജറി നിർദ്ദേശിച്ച 300 രോഗികളാണ് ഡോക്ടറുടെ കുറിപ്പുമായി കാത്തിരിക്കുന്നത്. പരിയാരത്ത് ബൈപ്പാസ് സർജറി ചെയ്യുന്ന 2 ഡോക്ടർമാരുണ്ടായിട്ടും സർജറി തിയേറ്ററുകൾ തുറക്കാത്തതിനെതിരെ പ്രതിഷേധമുണ്ട്. സർക്കാരിന്റെ സൗജന്യ ചികിത്സാ പദ്ധതികളിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ നിർധനരായ രോഗികളാണ് പരിയാരത്തെ കൂടുതൽ ആശ്രയിക്കുന്നത്. നിലവിൽ ബൈപ്പാസ് സർജറി വേണ്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിർദ്ദേശിക്കുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ 4 മാസത്തിന് ശേഷമുള്ള തീയതിയാണ് സർജറിക്ക് നൽകുന്നത്. ഇതോടെ വീണ്ടും ഇവിടെ എത്തുന്നവർക്ക് മരുന്ന് മാത്രം നൽകുകയാണ് ചെയ്യുന്നതെന്ന് രോഗികൾ പറഞ്ഞു. സർജറി തിയേറ്ററുകൾ പ്രവർത്തനം തുടങ്ങിയാൽ ബൈപ്പാസ് ചെയ്യാമെന്ന് മാത്രമേ ഡോക്ടർമാർ പറയുന്നുള്ളൂ. എന്ന് തുറക്കുമെന്ന് ഡോക്ടർമാർക്കും അറിയില്ല. ആരോഗ്യമന്ത്രിയെയും ജനപ്രതിനിധികളെയും രോഗികളുടെ പ്രയാസം അറിയിച്ചെങ്കിലും ഇതുവരെയായിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയാണ് തിയേറ്ററുകൾ തുറക്കാത്തതെന്ന ആക്ഷേപവുമുണ്ട്. കഴിഞ്ഞ ദിവസം കഠിനമായ നെഞ്ചുവേദനയുമായി എത്തിയ രോഗിക്ക് ബൈപ്പാസ് സർജറി ആവശ്യമായി വന്നപ്പോൾ ബന്ധുക്കൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് സർജറി നടത്തുകയായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അടച്ചിട്ട തിയേറ്ററുകൾ തുറക്കണമെന്നാണ് രോഗികൾ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.